പടിഞ്ഞാറൻ കൊളംബിയയിൽ വീണ്ടും നാശം വിതച്ച് ശക്തമായ ഭൂകമ്പം. ദുരന്തത്തിൽ മരണസംഖ്യ 213 ഉയർന്നു. 3000-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഉണ്ടായത്. ചോക്കോ പ്രവിശ്യയിലെ സാൻ ഹോസെ പാൽമറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. വൻ ഭൂകമ്പത്തിന് പിന്നാലെ ശക്തമായ തുടർചലനങ്ങളും അനുഭവപ്പെട്ടു. കൊളംബിയയിൽ ഈ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഈ ഭൂകമ്പത്തിൽ 1600ഓളം കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. കൊളംബിയയിൽ ഏറ്റവും കൂടുതൽ കാപ്പിത്തോട്ടങ്ങളുള്ള പെരേരയിലാണ് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 70-ലേറെ പേർ മരണപ്പെട്ടു. പെരേരയിൽ കേബിൾ കാറിൽ കുടുങ്ങിയ 16 പേരെ 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പ്രമുഖ നഗരമായ കാലിയിൽ ആശുപത്രി കെട്ടിടം ഉൾപ്പെടെ തകർന്നു വീണിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് രക്ഷാസേന. രക്ഷാപ്രവർത്തനത്തിനായി രാജ്യത്തിന്റെ സൈന്യവും രംഗത്തിറങ്ങിയിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി 7 വിമാനത്താവളങ്ങളിൽ സർവീസുകൾ നിർത്തിവെച്ചു. രൂക്ഷമായ സാഹചര്യത്തെ തുടർന്ന് കൊളംബിയൻ പ്രസിഡന്റ് ആബെലാർദോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് കൊളംബിയയ്ക്ക് $155 കോടി അടിയന്തര സഹായം നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനൊപ്പം കാണാതായവർക്കായുള്ള തിരച്ചിലും തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം ദുരന്തത്തിൽ ലിയോ 14 പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിനായി യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ഉപഗ്രഹം ലഭ്യമാക്കുമെന്ന് EU അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ അറിയിച്ചു. US, എൽ സാൽവഡോർ തുടങ്ങിയ രാജ്യങ്ങളും സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട്.